അപ്ഡേറ്റിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈവിൽ ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കിടയിലൊരു ഭിന്നത രൂപപ്പെടുന്നുണ്ട് എന്നത് ഏകദേശം ഉറപ്പായി വരികയാണ്. 2 ദിവസമായിട്ട് അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ഗബ്രിക്ക് ക്യാപ്റ്റൻ ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിന് ആകണമെന്ന് അതിലും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം ഒടുവിൽ ജാസ്മിന് വേണ്ടി ഗബ്രി വിട്ടുകൊടുത്തതാണ്. അതിൻ്റെ സങ്കടം ഗബ്രീൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞു, നീ പവർ ടീമിൻ്റെ പുറത്ത് നിൽക്ക് എന്ന് പറഞ്ഞു ഗബ്രിയോട്. അപ്പം ഗബ്രി പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് പവർ ടീമിൽ തന്നെ നിൽക്കണം, ഇനി നീ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ പവർ ടീമിന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട്. അതായത് ജാസ്മിന് ഗബ്രിയെ പവർ ടീമിലേക്ക് കയറ്റാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്നലെ ഗബ്രി പറയുന്നുണ്ട് ഞാൻ കപ്പടിക്കും, ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കപ്പടിക്കും. പക്ഷെ ഇന്ന് ഗബ്രി മാറ്റി പറഞ്ഞു, നീ കപ്പടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. ഇവർ രണ്ടുപേരും മനസ്സുകൊണ്ട് കോംബോ ആയി നിൽക്കുന്നത് കൊണ്ട് മാത്രം പല കാര്യങ്ങളും ഇവർക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഈ രണ്ടാളായി നിൽക്കുമ്പോൾ, ഗ്രൂപ്പായി നിൽക്കുമ്പോഴുള്ള പ്രശ്നം. പലതിലും നമുക്ക് ഒപ്പീനിയൻ തുറന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പല അഡ്വാൻറ്റേജും ഉണ്ട്. ഇതുപോലത്തെ ഗെയിമുകളൊക്കെ ജയിക്കാൻ കോംബോ ആയി നിന്നാൽ അല്ലെങ്കിൽ ഗ്രൂപ്പായി നിന്നാൽ പറ്റും. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും സെൽഫിഷ് ആണ് എന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇരുവരും അടിച്ച് പിരിയാനാണ് ചാൻസ് കൂടുതൽ. അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വരുന്നുണ്ട്. ഇപ്പം തന്നെ അവർക്കിടയിൽ വലിയ രീതിയിൽ ഭിന്നതകൾ പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്.